കേരളത്തെ അടിച്ചു തൂഫാനാക്കാനെത്തിയ ലഹരി മാഫിയെ തന്നെ അടിച്ചു തൂഫാനാക്കുകയാണ് കേരള പോലീസും ആഭ്യന്തര വകുപ്പുമൊക്കെ. ഇപ്പോൾ ലഹരി വിരുദ്ധ ദിനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ നമുക്കൊപ്പം ചേരുന്നു. സാർ, കേരളം തന്നെ വലിയ രീതിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു തൂഫാൻ. ഇനി എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട് പോക്ക്? തുഫാൻ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ സഹകരണം, പ്രത്യേകിച്ച് അമ്മമാരുടെ പിന്തുണ വളരെ വലുതാണ്. ശ്രീകണ്ഠൻ നായർ നടത്തിയ ഒരു ലഹരി യാത്രയില്ലേ, അതൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആഭ്യന്തരമന്ത്രി ആവുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ വാക്കത്തോൺ നടത്തി 14 ജില്ലയിലും. അപ്പം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ശേഷമാണ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കേരളത്തിലെമ്പാടും പോലീസ് മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്, പ്രത്യേകിച്ച് രാസലഹരി. കേരളത്തിലെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ ഒക്കെ കുട്ടികളെ വലിയ തോതിൽ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ്. ഇതിനെ നമ്മൾ ചെറുക്കണം. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ജനങ്ങളുടെ പിന്തുണ വേണം. ഇപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, എല്ലാവരും തുഫാൻ വാരിയറായി മാറുകയാണ്. ശ്രീകണ്ഠൻ നായരെ കൂടി തുഫാൻ വാരിയറായി ഞാനിവിടെ വെച്ച് വെർച്വലായി പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തെ അറിയിക്കണം. അതെ, പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അപ്പം 24 ഈ കാര്യത്തിൽ വളരെ മുമ്പ് തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇത് കേരളത്തിലെ 4 അതിരുകളിലും ഇന്ന് പോലീസിൻ്റെ നിരീക്ഷണമുണ്ട്. അതിർത്തി കടന്നു വരുന്ന ഈ ലഹരി മാഫിയയെ തകർക്കുക, കേരളത്തിൻ്റെ മണ്ണിൽ അവർക്ക് സ്ഥാനമില്ല, അതിൻ്റെ നടപടികളാണ് പോലീസ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസിനെ ആളുകൾ വിവരങ്ങൾ അറിയിക്കണം. പണ്ടൊക്കെ ഈ മാഫിയയെ പേടിയായിരുന്നു. ഇപ്പം ജനങ്ങൾ തന്നെ അറിയുമ്പോൾ ജനങ്ങളെ മാഫിയയ്ക്ക് പേടിയായിരിക്കുന്നു, പോലീസിനെ പേടിയായിരിക്കുന്നു. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, കാപ്പ ചുമത്തുക, അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള വളരെ ശക്തമായ നടപടിയുമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പിടിക്കപ്പെടുന്നവരിൽ കാപ്പ നിയമം അടക്കം ശക്തമായി തന്നെ അപ്ലൈ ചെയ്യാനുള്ള തീരുമാനമാണ്. അത്തരം ആളുകളെ കാപ്പ ചുമത്തുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളിൽ വരുന്ന ആളുകളെ തീർച്ചയായും പെടുത്തും, സ്വത്ത് കണ്ടെത്തും, ശക്തമായി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. വിൽപ്പന നടത്തുന്നവരടക്കമാണ് പിടിയിലാകുന്നത്. പക്ഷേ ഇതിൻ്റെ സ്രോതസ്സിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. സ്രോതസ്സിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്രോതസ് എന്താണെന്ന് നമുക്കറിയാം, എവിടെ നിന്നാണെന്ന് അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ കത്തയക്കുന്നു, DGPമാരെയോ ഞങ്ങൾ ചേരാൻ പോകുന്നു, ഞാൻ തന്നെ അവരെ കണ്ട് സംസാരിക്കാൻ പോകുന്നു. ഇപ്പം ഇന്ന് കേന്ദ്രം കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. കാരണം ഞങ്ങൾ തുടങ്ങിയ ഈ പദ്ധതിയെ കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ ഏറ്റെടുക്കുമ്പോൾ അത് വലിയൊരു മുന്നേറ്റമായി ദേശീയ തലത്തിലേക്ക് തൂഫാൻ വളരുകയാണ്. തൂഫാൻ അതിർത്തികൾ കടന്ന് മുന്നോട്ട് പോവുകയാണ്. അത് ജനങ്ങളുടെ പിന്തുണയാണ്. കേരളത്തിനും അഭിമാനിക്കാം, തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെറിയ കടകളിൽ, പെട്ടിക്കടകളിലടക്കം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുണ്ട്, അതിപ്പോഴും സുലഭമായി വിൽക്കുന്നു. അത് അവിടേക്ക് എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അവരോട് ഒരു കാര്യം കൂടി പറയുന്നു, ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അനാവശ്യമായി കേരളത്തിലെ പെട്ടിക്കടകളിൽ, ചെറിയ കടകളിൽ, മുറുക്കാൻ കടകളിലൊക്കെ നടക്കുന്ന ഈ പ്രവർത്തനം അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരികയാണ്, നിങ്ങൾ അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചില്ലെങ്കിൽ പോലീസ് ശക്തമായി തന്നെ ഇടപെടും. സാർ, ഈ മറ്റൊരു കാര്യത്തിലേക്ക് വന്നതിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിശ്ചയിച്ചതിലടക്കം VM സുധീരനടക്കം വലിയ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും മദ്യനയത്തിൽ ഈ പ്രതിപക്ഷത്തേക്കാൾ വലിയ വിമർശനമൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇക്കാലത്തും അത് VM സുധീരൻ്റെ നിലപാട് മാറാതെ അങ്ങനെ തന്നെ തുടരുകയാണ്. അല്ല, നമ്മൾ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം UDF ചർച്ച ചെയ്യും. കോൺഗ്രസിന് മദ്യനയമുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ട് വരിക. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മദ്യനയം ഉണ്ടാകും. ആ മദ്യനയം ഉണ്ടാകുമ്പോൾ എല്ലാ ആശങ്കകളും മാറ്റും. നിലവിലത്തെ ആശങ്കകൾ അല്ല, അത് മാറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് അത് മാറ്റും. നമ്മുടെ ലക്ഷ്യം എന്താണ്? പുതിയ തലമുറയെ രക്ഷിക്കുക, മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ആഭ്യന്തര വകുപ്പ് നടക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവരെ തൂക്കിയെടുക്കും ഞങ്ങൾ. ഈ വ്യാപാരികൾ, മരണത്തിൻ്റെ വ്യാപാരികളാണ് ഇവരെ തൂക്കും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. എന്തായാലും തൂഫാൻ എല്ലാവിധ പിന്തുണയും 24 ഇത്രയും കാലം ഉണ്ടായിരുന്ന ലഹരിക്കെതിരെ പോരാട്ടം തൂഫാനൊപ്പം ഞങ്ങൾ ചേരുമെന്ന വാക്കുകൂടി ഇത്തവണ നൽകുന്നു. എന്തായാലും തൂഫാൻ അങ്ങനെ അടിച്ചു കയറുകയാണ്. കേരളത്തിലെ ഒരു ലഹരി കണ്ണികളെയും ഇനി വെച്ചേക്കില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് ആഭ്യന്തര വകുപ്പും രമേശ് ചെന്നിത്തലയുമൊക്കെ
ആലപ്പുഴ പാലാഴി 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.